ചിക്കൻ തോരൻ എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി, ഒരു 10-15 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, 3-4 വെളുത്തുള്ളി, ഒരു പകുതി സവോള, തേങ്ങ, പിന്നെ ഒരു 1/2 kg ചിക്കൻ ഇല്ല, അതിൽ കുറച്ച് ചിക്കനും കൂടെ ഉണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുത്തു, വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, പിന്നെ കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴങ്ങണം. നന്നായിട്ട് വഴണ്ട് അത്യാവശ്യം ഒരു ചെറിയൊരു ബ്രൗൺ കളറൊക്കെ വരാറാകുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു അരമുറി സവാള ഞാൻ ഇടുന്നുള്ളൂ. അരമുറി സവാളയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റാം. നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കിന് എല്ല് കളഞ്ഞിട്ടാണ് ഈ ചിക്കൻ എടുത്ത് വെക്കേണ്ടത്. എല്ല് കളഞ്ഞ് ചിക്കൻ വയ്ക്കാം. ഇതൊക്കെ അത്യാവശ്യമായിട്ട് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി ഇത്രയും കൂടെ ഇട്ട് ഒന്നും കൂടെ അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി, പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല നമ്മൾ വഴറ്റിയപ്പോഴും, അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് പൊത്തി വെച്ച് അടച്ച് വെച്ചിട്ട് ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചിക്കനൊന്ന് വെന്ത് വരുന്നുണ്ട്. വെന്ത് അതിൽ നിന്ന് തന്നെ അതിൻ്റെ വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് അടച്ച് വെച്ച് കുത്തി പൊടിച്ച് വേവിക്കാം. ഇത് ചിക്കൻ നല്ലതായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് പൊടിഞ്ഞ് കിട്ടുമല്ലോ. അപ്പം ഒന്ന് എല്ലാം വലിയ കഷ്ണങ്ങളായിട്ട് ഇട്ടിട്ടില്ല നമ്മളെങ്കിലും കുറച്ചും കൂടെ ഒന്ന് കുത്തിപ്പൊടിച്ച് നന്നായിട്ടെല്ലാം ഒന്ന് കുത്തിപ്പൊടിച്ച് ഇളക്കി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഞാൻ ജസ്റ്റ് തേങ്ങ ആദ്യം ഇടുന്നതേ ഉള്ളൂ. തേങ്ങ ഇട്ട് അടച്ച് നല്ലപോലെ ഒന്നും കൂടെ അതിൻ്റെ മണ്ടയിലേക്ക് തത്തിപ്പൊത്തി വെച്ച് ഒന്നും കൂടെ അടച്ച് വെച്ചൊന്ന് വേവിക്കാം. തേങ്ങയൊക്കെ ആയിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് കുറച്ചും കൂടെ ഒന്ന് വേവിക്കാം. അത് വെന്ത് വരുമ്പോഴത്തേക്കിന് നന്നായിട്ട് ഇളക്കി അതിങ്ങ് എടുത്താൽ മതി. അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി നമുക്ക് സൂപ്പർ ചിക്കൻ തോരൻ എടുക്കാം കേട്ടോ.